അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു റഹ്മാനിൽ അല്ലാഹു ഒന്നാമതായി പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അവൻ പരമകാരുണികനാണ്. സർവ്വതിനും സർവസൃഷ്ടികൾക്കും അവൻ്റെ കാരുണ്യം വിശാലമാണെന്നർത്ഥം. എല്ലാറ്റിനും കാരുണ്യവാനാണ് അല്ലാഹു. അവൻ്റെ ഈ പരമകാരുണ്യം അതിൻ്റെ ഒരു വലിയൊരു അവസ്ഥ എണ്ണിപ്പറയുകയാണെങ്കിൽ, ഏതാണ് ഏറ്റവും ഉന്നതമായ കാരുണ്യം എന്ന് എണ്ണിപ്പറയുകയാണെങ്കിൽ പക്ഷെ നമുക്ക് ഏത് രീതിയിൽ ചിന്തിച്ച് നോക്കിയാലും, ഒരു വിശദമായ പഠനം നടത്തി നോക്കിയാലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ കാരുണ്യം എന്ന് പറയുന്നത് അവൻ്റെ കലാമാണ്, അഥവാ അല്ലമൽ ഖുർആൻ. അത് തൊട്ടടുത്ത് താഴെ പറയുന്നു അവൻ്റെ ആ ഖുർആൻ പഠിപ്പിക്കലാണ്. അല്ലാഹു മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഖുർആൻ അവതരിപ്പിച്ചത്. തൊട്ടടുത്ത് തന്നെ പറയുന്നു ഖലഖൽ ഇൻസാൻ, മനുഷ്യരെ സൃഷ്ടിച്ചത്. ആ ഒരു നിഅമത്ത്, ആ ഒരു കാരുണ്യത്തെ എടുത്തു പറയുന്നത് മൂന്നാമതായാണ്. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, പരമകാരുണികൻ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഖുർആൻ പഠിപ്പിക്കലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം. അഥവാ ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എപ്രകാരമാണ് ആ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു മാർഗരേഖ അല്ലാഹു മനുഷ്യർക്ക് സൃഷ്ടിച്ചു. അതാണ് അവൻ്റെ കാരുണ്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആ ഒരു ഓർഡറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ഹിക്മത്ത് ചിന്തിക്കുന്നത് മാത്രം. തൊട്ടടുത്ത് പറയുന്നു അല്ലമുൽ ബയാൻ, ഈ ഖുർആൻ പഠിപ്പിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യന് അത് പരസ്പരം ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും പരസ്പരം സതുപദേശം നടത്താനും അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവന് ആവിഷ്കരിക്കാൻ, അവൻ്റെ വികാരങ്ങൾ, ഇമോഷൻസുകളെ ആവിഷ്കരിക്കാനൊക്കെ സാധ്യമാകുന്ന ബയാന് പിന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. ആശയവിനിമയം, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം, ഇതിന് ഭാഷ അതിലൊരു കാര്യമായി കടന്നു വരുന്നു. ഇവിടെയാണ് ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചത് എന്ന് പറയുന്ന ആയത്തിൻ്റെ ഒരു പ്രത്യേകത കിടക്കുന്നത്. അഥവാ കുറച്ച് മനുഷ്യർ അറബി സംസാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ഇടയിലെ ഖുറൈശി ഗോത്രത്തിൽ നിന്ന് അറബി സംസാരിക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തു. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അറബി സംസാരിക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്തു. ആ പ്രവാചകനെ മനസ്സിലാകുന്ന ഭാഷയിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ആ പ്രവാചകനെ കേൾക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ ഖുർആൻ അവതരിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, പ്രവാചകനത് സഹാബാക്കളെ പഠിപ്പിച്ചു. പിന്നീട് സഹാബത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന 4 കോണുകളിലും മനുഷ്യവാസം എവിടൊക്കെയുണ്ടോ അത്തരം കോണുകളിലേക്കെല്ലാം അവർ യാത്ര ചെയ്ത് ഈ സത്യസന്ദേശം പരസ്പരം കൈമാറി. നമ്മൾ ഇന്ന് പരിശോധിച്ചത് സൂറത്തു റഹ്മാനിലെ ഈ ആയാത്തുകളുടെ ഘടനയിലുണ്ടായിരുന്ന ഒരു ഹിക്മത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. പരമകാരുണികൻ ഖുർആൻ സൃഷ്ടിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് സംസാരം പഠിപ്പിച്ചു. ഇതാണ് അതിൻ്റെ ഓർഡർ, ആയത്തിൽ കാണുന്ന ഓർഡർ. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഹിക്മത്തുകൾ മനസ്സിലാക്കാൻ അല്ലാഹ്